നമസ്കാരം. അങ്ങനെ തിരുവമ്പാടിയിലെ KSEB മുട്ടുമടക്കിയേക്കാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അവിടെ KSEB ഓഫീസ് അജ്മലും ടീമും അടിച്ചു പൊളിച്ചു. അതുകൊണ്ട് 2-3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ആ പൈസ കെട്ടിവെക്കാതെ കറണ്ട് കൊടുക്കൂല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു പിന്നെ അജ്മലിന്റെ വാപ്പ സത്യവാമൻ എഴുതി കൊടുക്കണം അത്രേ. അജ്മലൊക്കെ അങ്ങനെ സംഭവിച്ചു, അതിൽ ഖേദമുണ്ട്, ഇനി ചെയ്യൂല, ഇനിയൊന്നും ചെയ്യൂല എന്ന്. സൗകര്യമില്ല എന്ന് മൂപ്പര് പറഞ്ഞു. മൂപ്പരൊക്കെ പേരിൽ എന്താ FIR ഉണ്ടോ, കേസുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? സംഗതി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സംഗതി ഉടുത്തെത്തൂറിയ ഒരു അവസ്ഥയാണ് KSEBക്ക് ഉള്ളത്. അത് സംഗതി മനസ്സിലായി എല്ലാവർക്കും. ഈ കേസ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടും. എനിക്ക് തോന്നുന്നത് അജ്മൽ എന്തായാലും അകത്ത് കിടക്കാണ്, റിമാൻഡിലാണ്. അജ്മലിന്റെ ഫോണ് മര്യാദയ്ക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് അതിന്റെ വിഷ്വലിലൂടെ പുറത്തു വന്നു കഴിയുമ്പോൾ KSEB ഉദ്യോഗസ്ഥന്മാർ മൊത്തം പെടുമെന്നാണ്. അവർക്ക് മനസ്സിലായി സംഗതി പെടുമെന്നുള്ളത്. അതായത് അജ്മലിന്റെ ഉമ്മാനെ ആക്രമിച്ച കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത്. സത്യത്തിൽ ഉമ്മാനെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിരിക്കണം അങ്ങോട്ട് പോയത്. ഏത് മോനും പോവും സ്വാഭാവികമായിട്ട്. ആ പോക്ക് പോയത്. അവിടെ വാക്ക് തർക്കം ഉണ്ടായി, സംഗതി പണിയായി. പിന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം, അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ വലിച്ചു വാരിയിട്ടേ പറ്റുള്ളൂ. KSEB ഉദ്യോഗസ്ഥന്മാരെ സ്ഥിരം പണിയാണത്. ആരെങ്കിലും ചൂടാവണമെന്നുണ്ടെങ്കിൽ സകല സാധനങ്ങളും വലിച്ചു വാരിയിട്ടിട്ട് അത് മറ്റുള്ളവരുടെ തലയിൽ വെക്കുക. ഇത് മുൻകൂട്ടി അറിയാവുന്ന അജ്മല് വീഡിയോ എടുത്ത് ആ മൊബൈൽ ക്യാമറ ഓണാക്കിയാ പോയത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഈ ഫോൺ പിടിച്ചു വാങ്ങിയത്. എന്നിട്ട് ഇപ്പോ ഇത് വിവാദമായി. ഇത് പണി ഇവിടെ നിന്ന് നിൽക്കൂല, സംഗതി 8ന്റെ പണി കിട്ടുമെന്ന് സംഗതി മനസ്സിലായി കഴിഞ്ഞപ്പോ അവര് പിന്നെ നിക്കക്കളിയില്ലാതെ രാത്രിക്ക് രാത്രി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിൽക്കുമ്പോൾ അബ്ദുൾ റസാഖിന്റെ വീട്ടിൽ വെളിച്ചുണ്ട്. ഒരു ഉപാധിയില്ല, വന്നങ്ങോട്ട് കണക്ഷൻ കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഈ ഇന്ന് 1-2 ദിവസമായിട്ട് ഇപ്പൊ കറണ്ട് ഇല്ലാത്തതിന് റസാഖ് കോടതിയിലേക്ക് പോയാൽ നഷ്ടം അങ്ങോട്ട് എണ്ണി ചോള അങ്ങോട്ട് എണ്ണി കൊടുക്കേണ്ടി വരും. കട്ട് ചെയ്താന് എന്തിനാ കറണ്ട് കട്ട് ചെയ്ത്? അതായത് ബില്ലടയ്ക്കാണ്ടെങ്കിൽ ബില്ലടയ്ക്കും, അടയ്ക്കണം. ഫൈൻ ഉണ്ടല്ലോ, ഫൈൻ അടപ്പിക്കണം. കറണ്ട് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല, വൈദ്യുതി വിച്ഛേദിക്കാനൊന്നും പറ്റില്ല. വൈദ്യുതി ഒരാളുടെ അവകാശമാണ്, പ്രത്യേകിച്ച് ഒരു കമ്പനി ഉള്ളപ്പോൾ. ഇവിടെ മൊബൈൽ കണക്ഷൻ കിടക്കുമ്പോൾ എയർടെൽ ഇല്ലെങ്കിൽ നമുക്ക് BSNLക്ക് പോവാം, BSNL എന്നുണ്ടെങ്കിൽ ജിയോയിലേക്ക് പോവാം, അതുമല്ലെന്നുണ്ടെങ്കിൽ VIയിലേക്ക് പോവാം, ഏതെങ്കിലും പോവാം. ഇവിടെ ആകെ ഒരു KSEB ഉള്ളൂ. അതുകൊണ്ട് ഈ ഉടായ്പൊന്നും നടക്കൂല. സംഗതി ഗുണ്ടായസം കാണിക്കാന്നാണ് കരുതിയത്. ഗുണ്ടായസൊന്നും ഇവിടെ നടക്കൂല. സംഗതി മനസ്സിലായില്ല. ജനങ്ങൾ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ സംഗതി എന്താ ചെയ്യുക? ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. KSEBന്റെ ഈ സകല ഉടായ്പും അങ്ങനെ ആരും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കൊന്നുമില്ല. ഇതെല്ലാവർക്കും മാമണ്ടെന്ന മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലായി. അവർ ചെയ്ത ആ ഒരു അപകടം ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ പണിയാണിതെന്നുള്ളത്. അതെല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണ് പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കി രക്ഷപ്പെടുത്താമെന്ന് കരുതിയത്. 1-2 ദിവസം കൂടെ കഴിഞ്ഞില്ലെങ്കിൽ സംഗതി പണി പാൽവെള്ളത്തിൽ കിട്ടിയാനെ. ബിജു പ്രഭാകരന്റെ കസേരയൊക്കെ തെറിക്കും, എല്ലാം തെറിക്കും. അതല്ലെങ്കിലും തെറിക്കും. ഇനിയിപ്പോ നോക്കണം. ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ വേറെ കാര്യങ്ങളൊക്കെ വരാണ്ട്. ഏതായാലും ഇത്രയധികം ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആ വീട്ടിൽ കയറിയിട്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ ചെല്ലുമ്പോൾ അത് വിച്ഛേദിക്കരുതേ എന്ന് പറയുന്നത് വീട്ടുകാരെ പറയുന്നത് സ്വാഭാവികമല്ലേ? ഞങ്ങൾ കൊണ്ട് അടയ്ക്കാന്ന് പറയുന്നു. അപ്പോൾ വലിയ മസിൽ കാണിച്ചിട്ട് കയറി ഇങ്ങോട്ട് കണക്ഷൻ കെട്ടി അവരെ തട്ടിക്കളഞ്ഞിട്ട് അവർ വീണ്ടും പരിക്ക് പറ്റിയെന്ന് പറയുന്നു. ആ കേസ് ഇനിയിപ്പോ ഉണ്ട്, അത് പിൻവലിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് ഇനി ഞങ്ങളൊന്നും ചെയ്യൂല, ഇത്രയും കാലം ചെയ്തത് പറ്റിപ്പോയി, ഇനി ഞങ്ങളൊന്നും ചെയ്യൂല എന്ന് സത്യവാങ്മൂലം അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കണേ. കറണ്ട് ആയിരുന്നു പോയി പണിയാക്കടാന്ന് പറഞ്ഞു മൂപ്പര്. ഇത് കാണാത്ത ആളാ. ആത്മാഭിമാനം ആരുടെ കാൽക്കീഴിൽ കൊണ്ട് പണയൊന്നും വെച്ചിട്ടില്ല ചങ്ങായിമാരെ. നിങ്ങൾക്ക് ആള് തെറ്റി. KSEB എന്ന് പറയുന്ന സത്യത്തിൽ ഇവിടെ ഏറ്റവും വലിയ ഒരു വൃത്തികെട്ട ഒരു പ്രസ്ഥാനമായി മാറിയേക്കണം. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ? ഇതിന് സൊല്യൂഷൻ ഇല്ലാഞ്ഞിട്ടല്ല. ഈ ഒരു പ്രശ്നം ഉണ്ടാവൂല. KSEBയും ഈ കൺസ്യൂമറായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ഒരു സന്ദർഭം. എന്തത് ചെയ്യാത്തത്? ഈ കണക്ഷൻ കിട്ടിയ ഒരു സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചതാണ്. പിന്നെ KSEBയും ഈ പറഞ്ഞ നമ്മൾ കൺസ്യൂമേഴ്സും തമ്മിൽ അടികൂടാതിരിക്കാൻ ചില വഴികളുണ്ട്. ആ വഴികളെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം.